അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അതാ ഷെഫി ഉസ്താദ് ദൂരേക്ക് പോവുകയാണ്. ബത്തൂലത് നോക്കി നിൽക്കുകയാണ്. എങ്ങോട്ടായിരിക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോകുന്നത് എന്നറിയുന്നില്ല. എന്നാൽ ഷെഫി ഉസ്താദ് നേരെ പോയത് മറ്റെങ്ങോട്ടുമായിരുന്നില്ല. അതെ, ഷെഫി ഉസ്താദ് പോയത് നമ്മുടെ ഷമീറിൻ്റെ വീട്ടിലേക്കായിരുന്നു. സീനത്തിനെ രക്ഷിച്ച ഷമീറിൻ്റെ വീട്ടിലേക്കാണ് ഷെഫി ഉസ്താദ് പോയത്. ഷെഫി ഉസ്താദിന് അത് വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമായിരുന്നു. കാരണം തനിക്ക് കുഞ്ഞുണ്ട്, ശരിയാണ്. പക്ഷേ സീനത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ ഒരിക്കൽ പോലും അവൾക്ക് നല്ലൊരു ജീവിതം ഇനി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവൾക്കൊരു ജീവിതം കൊടുക്കണം. അതെ, ഞാൻ സുഖമായി ജീവിക്കുന്നു ബത്തൂലിനോടൊപ്പം. സീനത്തിന് ഒരു ജീവിതം കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. എന്നാൽ ആദ്യം നമ്മുടെ പോലീസ് ആസിഫിനെന്ന് വിളിക്കുകയാണ് ഷെഫി ഉസ്താദ്. ഷെഫി ഉസ്താദ് പറയുകയാണ്. ഷെഫി ഉസ്താദിൻ്റെ ഫോൺ കണ്ടപ്പോൾ ആസിഫ് ഫോൺ എടുത്തു. ഹലോ, ഉസ്താദേ, എന്തൊക്കെയുണ്ട്? അൽഹംദുലില്ലാ, റാഹത്ത് തന്നെ. അല്ല, എന്തൊക്കെ ഉസ്താദ് പോവാന്നൊക്കെ പറഞ്ഞു കേട്ടു. അതെ, പോവുകയാണ്. എന്നെ അറബി വിളിക്കുന്നുണ്ട്. അവിടെ പള്ളിയിലേക്ക് ഇമാമത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. അതെ, തറാവീഹിന് വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് പോകണം. എന്നാൽ ആസിഫ് അതാ ഷെഫി ഉസ്താദിനോട് പറയുന്നു. ഷെഫി, ഞാനൊരു കാര്യം പറയാം, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവൻ ഒരു ലൊക്കേഷൻ പറഞ്ഞു. ആ ഒരു ലൊക്കേഷൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം എത്തി. രണ്ടുപേരും അവിടെ കണ്ടുമുട്ടി. എന്നാൽ ആസിഫ് അതാ ഷെഫി ഉസ്താദിനോട് പറയുകയാണ്. അല്ലയോ ഷെഫി, നിങ്ങളേതായാലും അറേബ്യയിലേക്ക് പോവുകയാണല്ലോ അല്ലേ? അറേബ്യയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങളതിനോട് യോജിക്കോ? ഓക്കെ ആണെങ്കിൽ മാത്രം മതി. ഒരിക്കലും ഞാൻ നിർബന്ധിക്കുകയല്ല. കാരണം നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ചെയ്യാം. എൻ്റെ കൂട്ടുകാരനാണ് ഷമീർ. അത് ഷമീറും ഞാനും വളരെ ഫ്രണ്ട്ഷിപ്പാണിപ്പോൾ. ഷമീറിനെ എങ്ങനെയെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കയറ്റണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം അവന് പക്വതയുള്ള കുട്ടിയാണ് എല്ലാ കാര്യത്തിലും. രാജേഷിനെ കുടിക്കുന്ന കാര്യത്തിലും അവൻ്റെ കള്ളികളെല്ലാം പൊളിക്കുന്ന കാര്യത്തിലും ഷമീറും എടുക്കുക കാണിച്ചിരുന്നു. അതുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇപ്പോൾ തൽക്കാലം നല്ല രീതിയിൽ അവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവന് പുറത്തിറങ്ങാൻ കഴിയില്ല. അതിനുള്ള ശിക്ഷയും അവന് ലഭിക്കും നല്ല രീതിയിൽ, അത് ഉറപ്പുണ്ട്. സാധാരണ കോടതിയല്ല അവനെ ശിക്ഷിക്കുന്നു ഇപ്പോൾ. അതെ, ശരിക്കും സ്പെഷ്യൽ കോടതി തന്നെയാണ്. കാരണം അവൻ്റെ അഴിഞ്ഞാട്ടൊന്നും ഇനി നടക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, എന്തായാലും ഷെഫിയും ഭാര്യയും അറേബ്യയിലേക്ക് പോകുകയല്ലേ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, സീനത്തിൻ്റെ കാര്യം, അതായത് ഷെഫിയുടെ ആദ്യ ഭാര്യയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാഞ്ഞാൽ പറ്റുമോ? എന്താണ് വേണ്ടത്? ശരിക്കും ഷെഫി ഉസ്താദ് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. അത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, എൻ്റെ മനസ്സിൽ തോന്നിയൊരാഗ്രഹമാണ്. ഷെഫി ഉസ്താദ് പറയുകയാണ്. ഞാൻ അതൊരിക്കലും പറയാൻ പാടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല, ഒരാളും ഇടങ്ങാറാവാൻ പാടില്ല ഒരിക്കൽ പോലും. എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ആസിഫ് പ്രതീക്ഷയോടെ ഷെഫി ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. പറയൂ, എന്തുണ്ടെങ്കിലും പറയൂ. അതെ, ഒരാളുടെ കൈകളിൽ സീനത്തിനെ ഏൽപ്പിക്കണം. അവളെ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളുടെ കൈകളിൽ. അത് അവരുടെ ഭാര്യയായിട്ട് ജീവിക്കട്ടെ അവൾ. അതിനുവേണ്ടി ഞാൻ പൂർണ്ണമായി സമ്മതം നൽകുകയാണ്. എനിക്ക് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശരിക്കും അത് കേട്ട് എസ് ഐ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. അത് ഷെഫി ഉസ്താദേ, നിങ്ങൾ എന്താണ് പറയുന്നത്? ആരുടെ കാര്യം? അത് സീനത്തിനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തത് ഇതുവരെ ആരായിരുന്നു? അദ്ദേഹത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായി ഞാൻ ഏൽപ്പിക്കുവാൻ വേണ്ടി എനിക്ക് മനസ്സ് തോന്നിപ്പിക്കുകയാണ്. അതിനിപ്പോൾ ഏത് രീതിയിലായാലും ശരി, ഒരുപക്ഷെ അദ്ദേഹത്തിന് അവളെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, ഒന്നുകിൽ പെങ്ങളായിട്ടോ അല്ലെങ്കിൽ ഭാര്യയായിട്ടോ, ഏത് രീതിയിലും സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് താല്പര്യം അത് അങ്ങനെ. എന്നാൽ അത് കേട്ട് ആസിഫ് ഞെട്ടിപ്പോയി. ഒരു നിമിഷം, അല്ലാ,
സമീർ പറഞ്ഞ ആ ഒരു കാര്യം ആസിഫിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എന്നാൽ അത് കേട്ടപ്പോൾ ആസിഫ് എസ് ഐക്ക് സന്തോഷമാണാകുന്നത്. ഷെഫി ഉസ്താദേ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കോ? ശരിക്കും ആസിഫ് ആ കാര്യം പറയുകയാണ്. പറയൂ എസ് ഐ സാറേ, എന്തുണ്ടെങ്കിലും പറയൂ. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതെ, ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തരാം. ആ ആളെ ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും സീനത്തിൻ്റെ ജീവിതം ഇനി സന്തോഷകരമായിരിക്കും, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അവർ രണ്ടുപേരും അവിടെ നിന്ന് പുറപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഷെഫി ഉസ്താദ് മനസ്സിൽ ഉദ്ദേശിച്ചതും അതെ ആസിഫ് എസ് ഐ പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെയായിരുന്നു. അവർ നേരെ നടന്നത് ആ ഒരു പാടവരമ്പത്തൂടെയുള്ള ആ ഒരു കൊച്ചുകുടിലേക്ക്. അവിടുത്തെ അടുക്കളയിൽ നിന്ന് പുക ഉയരുന്നുണ്ടായിരുന്നു. ഇവരങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ അതാ ഉമ്മ എന്തോ അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നുണ്ട്. ഒരു ഭാഗത്തായിട്ട് ഷമീർ പാല് കറക്കുന്നുമുണ്ട്. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഷെഫി ഉസ്താദ് അങ്ങോട്ട് വന്നത്. ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ പിന്നിൽ നിന്ന് എസ് ഐ വിളിച്ചു, ഷമീർ. അതെ, പാല് കറക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കി. ആ അല്ല സാറോ, വരി ഇരിക്കി. പെട്ടെന്ന് മുണ്ടെല്ലാം താഴ്ത്തിയിട്ട് അത് പാല് കറക്കൽ നിർത്തി. എന്നാൽ ആ നിമിഷം തന്നെ എസ് ഐ സാറ് പറഞ്ഞു, ഷമീറിന് ജോലി തുടരൂ. അതെ, പാല് കറക്കോ. ഒരിക്കൽ പോലും ഞങ്ങൾ വന്നെന്ന് കരുതി പാല് കറക്കൽ നിർത്താൻ പറ്റില്ലല്ലോ. എന്നാൽ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു ഷമീർ. അതെ, നല്ല ആരോഗ്യവും ഒത്ത തടിയും എല്ലാം ഒത്തിണങ്ങിയ ശരീരവുമുള്ള ഒരാൾ. ഷെഫി ഉസ്താദും അത് കണ്ടു. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല ചിന്തകൾ. അല്ലാ, അതെ സീനത്ത് ജീവിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ കൂടെ അവൾക്ക് സമ്മതമാണെങ്കിൽ ആദ്യം ഇദ്ദേഹത്തോട് ഒന്ന് പറയണം. ആ പിന്നെ അകത്തേക്ക് കയറിയിരിക്കട്ടോ. അപ്പോഴേക്കും ഉമ്മ, മക്കളെ വരി കയറിയിരിക്കുക, ഉള്ള സൗകര്യത്തിലൊക്കെ കയറിയിരിക്കുക. നിങ്ങളിതുപോലത്തെ കൊച്ചുകുടിലൊന്നും കയറിയിട്ടുണ്ടാവില്ലല്ലേ? എന്നാൽ ഷെഫി ഉസ്താദിന് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ആ ഒരു കൊച്ചുകുടിലിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ട് നല്ല വയലുകൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണിത്, മാഷാ അല്ലാ. എന്നാൽ ഉമ്മ അതാ അവർക്ക് വേണ്ടി റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, ഇന്ന് നോമ്പ് തുറന്നിട്ട് പോകാം കേട്ടോ. നല്ല ആട്ടിൻ പാല് കൊണ്ട് ചായയും നല്ല ബീഫുണ്ട്, അതുപോലെ റൊട്ടി ചുടുന്നുണ്ട്. ആ ഉമ്മ ആ വിറകുടുപ്പിൽ അതിങ്ങനെ ചുട്ട് ഇടുന്നത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് നോക്കി നിൽക്കാൻ ആസിഫ് അത് നോക്കി നിന്നു. എന്നാൽ ഈ സമയം പാല് കറന്ന് ആ പാലുമായി അതാ ഷമീർ അങ്ങോട്ടെത്തി. ഇരിക്കട്ടോ, അല്ല ഉള്ള സൗകര്യത്തിലിരിക്കേ. ആ ഉമ്മ, ഇത് പാല്. ആ മോനെ ഇങ്ങ് തന്നേക്ക്. അവർ സ്നേഹത്തോടെ അവർ രണ്ടുപേരും സ്വീകരിച്ചിരുത്തി. എന്നാൽ ആ നിമിഷം അതാ ഷമീർ ദയനീയമായി ഷെഫി ഉസ്താദിനെ നോക്കി. അല്ല ഉസ്താദ്, നിങ്ങൾ അതെ ഞാൻ പോവാണ്. എന്നാൽ ഈ സമയം ആസിഫ് ഒരു കാര്യം പറയുകയാണ്. പിന്നെ ഷെഫി ഉസ്താദിന് ഷമീറിനോട് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞു. അതൊന്ന് കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നല്ലൊരു കാര്യമാവുമായിരുന്നു. എന്താ, സന്തോഷമേ ഉള്ളൂ. സ്നേഹത്തോടെ അതാ ഷമീർ അവർ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തി. ഷമീർ വളരെയധികം താഴ്ന്നു കൊഴുന്നുകൊണ്ട് വളരെയധികം വിനയാന്വിതനായിട്ടാണ് അവരുടെ മുമ്പിൽ നിന്നത്. ശരിക്കും ഷെഫി ഉസ്താദിന് അദ്ദേഹത്തിൻ്റെ ആ ഭാവമാറ്റം അതെല്ലാം കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. റബ്ബേ, ഇത്രക്കും നല്ല ആരോഗ്യവാനായ സുന്ദരനായ ഒരു യുവാവ്, അത് ഇത്രയധികം സ്വഭാവത്തിനുടമയായ ഇദ്ദേഹം, മാഷാ അല്ലാ, നല്ലൊരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഷെഫി ഉസ്താദ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ആദ്യമേ ഞാൻ അതാണ് പറയുന്നത്. ഉസ്താദ്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അല്ല ഷമീർ, എനിക്ക് നന്ദി പറയാനുള്ള മറ്റൊന്നുമല്ല. എൻ്റെ കുഞ്ഞിനെ സംരക്ഷിച്ചതിനാണ് ഏറ്റവും കൂടുതൽ നന്ദി. ഒരിക്കൽ പോലും തൻ്റെ രക്തത്തിൽ പിറന്ന ആ ഒരു കുഞ്ഞിനെ കാണാനാവുമെന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല. അതിന് കാരണക്കാരൻ ഷമീർ തന്നെയാണ്. അവളെ രക്ഷിച്ചത് ഷമീറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. ഷമീർ, എന്താണ് ഉണ്ടായത്? എന്നാൽ ഷമീർ കാര്യങ്ങളെല്ലാം പറയുന്നു. ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് അവൾ എന്നെ കണ്ടതും അവളെ എഴുത്തിട്ടതും എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞതും എല്ലാം പറയുകയാണ്. പിന്നെ അത്യധികം വിഷമിച്ചിരുന്നു. അവളുടെ കൈകാലുകളിലാകെ മുറിവായിരുന്നു. കാരണം മറ്റൊന്നുമല്ല,
അത്രക്കും ക്രൂരകൃത്യമായിരുന്നു അവൻ ചെയ്തിരുന്നത് ഉസ്താദെ. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോൾ എനിക്ക് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. അത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുത്തി. അതിനൊരു കുറച്ച് പരിക്കും കാര്യങ്ങളൊക്കെ എനിക്കും പറ്റി. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ അവളെ ഞാൻ ഇവിടെ സംരക്ഷിച്ചു. അതെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ പേര് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ഞാൻ കൊടുത്തു. എങ്കിലും ഒന്നും സംശയം തോന്നരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളുടെ പ്രസവവും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് റാഹത്തായി. സത്യം പറഞ്ഞാൽ ഒരു പോറൽ പോലും പിന്നീട് ഞാൻ അവളെ ഏൽപ്പിച്ചിട്ടില്ല. അവളെൻ്റെ ആരൊക്കെയോ ആയി മാറി ഉസ്താദെ. അതായത് എൻ്റെ പെങ്ങളാണോ എൻ്റെ കൂട്ടുകാരിയാണോ എന്നെനിക്കറിയുന്നില്ല. സത്യം പറഞ്ഞാൽ അവൾ പിരിഞ്ഞങ്ങ് പോയപ്പോൾ, അവളെ വീട്ടുകാരവരെ കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. എന്നാൽ ഷെഫി ഉസ്താദിനെയും ആസിഫ് പോലീസിനെയും കാണിച്ചുകൊണ്ട് ഇതാ ഈ റൂം അതവൾക്കുള്ളതാണ്, അതവൾക്ക് മാത്രമുള്ളതാണ്. അവൾ വരികയാണെങ്കിൽ അവൾക്കും കുഞ്ഞിനും. എൻ്റെ ഉസ്താദെ, അതിനുശേഷം ഞാൻ അവിടെ കിടന്നിട്ടില്ല. ഞാൻ കിടക്കുന്ന സ്ഥലം ഈ ഒരു നടുവഴിയിലാണ്. അത് അവൾ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് വരും എന്ന് ഞാൻ കാത്തിരിക്കും. ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയായി വിരിച്ചിട്ട് നല്ല സുഖസുന്ദരമായി. അത് അവളും കുഞ്ഞും വരുമല്ലോ, അപ്പോൾ അവളെ സ്വീകരിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കുള്ള വെറുക്കണില്ല ഉസ്താദെ. എൻ്റെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ സംരക്ഷിച്ചത് കൊണ്ടാണോ അറിയില്ല, എനിക്ക് അവൾ ആരൊക്കെയോ ആയി മാറി. നിങ്ങൾ ഇനി കൊണ്ടുപോവുകയാണെങ്കിലും അവളുടെ കൂടെ ജീവിക്കുകയാണെങ്കിലും അതെ സന്തോഷത്തോടു കൂടിയായിരിക്കണം. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അതാ അവൻ കണ്ണുകൾ തുടക്കുന്നു. എന്നാൽ ഉമ്മ പെട്ടെന്ന് അങ്ങോട്ട് വന്നു. മോനെ, എൻ്റെ കുട്ടിക്കും വേണം ഒരു പെണ്ണ്. അവൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ കെട്ടിക്കുട്ടികളായി തുടങ്ങി. എൻ്റെ കുട്ടിക്കും വേണം. പക്ഷേ എൻ്റെ കുട്ടി ഒന്നിനും കൂട്ടക്കണില്ല മോനെ. എന്താപ്പോൾ ചെയ്യുക? എന്നാൽ ഈ സമയം അതാ ഷെഫി ഉസ്താദ് ഓരോന്ന് വിചാരിച്ചു. ആസിഫ് ഉസ്താദ് ചോദിച്ചു അവനോട്, അല്ല ഷമീർ, നിൻ്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ആ നിമിഷം ഷമീർ മൗനം പാലിക്കുകയായിരുന്നു. എന്തുണ്ടെങ്കിലും പറഞ്ഞോളൂ. എന്നാൽ ഷെഫി ഉസ്താദും അത് പറയുകയാണ്. പ്രിയപ്പെട്ട ഷമീർ, ഞാനൊരു കാര്യം പറയട്ടെ, വിരോധമില്ലെങ്കിൽ. എന്ത് പറയണം എന്നറിയാൻ കഴിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയാണ് ഷെഫി ഉസ്താദ്. അതെ, തൻ്റെ ഭാര്യയായിരുന്ന അവളെ അവനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ ആ നിമിഷം തന്നെ പറയുകയാണ്, വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഷമീർ അത് സ്വീകരിക്കോ? എന്നാൽ ഷമീർ എടുത്തപാടെ പറയുകയാണ്, പ്രിയപ്പെട്ട ഷെഫി ഉസ്താദെ, കാര്യം നിങ്ങളുടെ ഭാര്യയൊക്കെ തന്നെയാണ്, ശരിയാണ് അന്ന്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഒന്നുമല്ല. ശരിയാണ്, വിരോധമില്ലെങ്കിൽ എനിക്കവളെ നിക്കാഹ് ചെയ്ത് തന്നൂടെ? ഷമീറിൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. അത് ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഷമീറിനെ കെട്ടിപ്പിടിച്ചു. അതെ, കെട്ടിപ്പിടിച്ച് ഒരുപാട് അവർ പൊട്ടിക്കരഞ്ഞു. ഷമീർ ഉസ്താദെ, നിങ്ങളെ മനസ്സ് എനിക്കറിയാം. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങളെ വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായും ഉസ്താദെ, അവളെ ഞാൻ സംരക്ഷിച്ചിരിക്കും. അവളെയും കുഞ്ഞിനെയും ഞാൻ സംരക്ഷിച്ചിരിക്കും. ഒരു ബുദ്ധിമുട്ടും കുഴപ്പമില്ലാതെ അവളെ ഞാൻ സംരക്ഷിച്ചിരിക്കും. ശരിക്കും ഷമീർ കരയുകയായിരുന്നു. എന്നാൽ ഉമ്മ അത് കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ട് വന്നു. മക്കളെ, ഇൻഷാ അല്ലാ എൻ്റെ കുട്ടിക്ക് പറ്റിയേ കുട്ടി, ഓൻ്റെ മനസ്സത്തെ കുട്ടി ഏതായാലും ഞാൻ കൈപ്പിടിച്ച് കയറ്റും. ഞാൻ എന്നും പറയുന്നതാണ് ഓനോടൊരു പെണ്ണിൻ്റെ കാര്യം. അപ്പോൾ എന്നോട് പറയും അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ കുട്ടി ഇതുവരെ തുറന്നു പറയാത്തൊരു കാര്യം അത് നിങ്ങളോട് പറഞ്ഞല്ലോ. സന്തോഷം. അതെ, ഇവിടെ വന്നിരുന്ന കുട്ടി, എൻ്റെ പൊന്നു മക്കളെ അങ്ങോട്ട് നോക്കിക്കുക റൂമിലേക്ക്. ആ റൂമിലെ ബെഡും അവൾ ഉപയോഗിച്ച ആ പുതപ്പും തലയണയും അതവിടെ തന്നെ സംരക്ഷിച്ചിരിക്കുകയാണ്. അതൊന്നും മാറ്റാൻ സമ്മതിച്ചിട്ടില്ല. അലക്കും വിരിക്കും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ പറയും, പൊന്നു മോനെ, അവളൊക്കെ പോയില്ലേ, ഉമ്മാൻ്റെ കുട്ടി അകത്ത് കയറി കിടക്ക് എന്ന് പറയുമ്പോൾ എന്നോട് പറയും, ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ അവൾ കയറി വരികയാണെങ്കിൽ അവൾക്ക് കിടക്കാറുള്ളതാണത്. ഒരിക്കലും ഞാൻ ആ റൂമിൽ കിടക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സും വല്ലാതെ നിറഞ്ഞു. ഉമ്മ, അതെ, മോൻ ആഗ്രഹിച്ച പെണ്ണിന് തന്നെ അവന് കൊടുക്കണം. ഷെഫി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, അവൻ ആഗ്രഹിച്ചത് എന്താണ് അത് അവൻ സ്വീകരിക്കട്ടെ. അതിന് പൂർണ്ണ സമ്മതമാണ് ഉമ്മ എനിക്ക്.
എന്നാൽ ആസിഫിന് അതെല്ലാം കണ്ട് വല്ലാത്ത സന്തോഷമായിരുന്നു ആയിരുന്നത്. അല്ലാ റബ്ബേ റഹ്മാനെ, ആ സന്തോഷം കൊണ്ട് അവർക്ക് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അനുഭവപ്പെട്ടത്. എന്നാൽ പള്ളിയിൽ നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ബാങ്കുലി ഉയരുന്നു. നോമ്പ് തുറക്കുവാനുള്ള എല്ലാ സാധനങ്ങളും ഉമ്മ മുന്നിലേക്ക് വെച്ചു. അതും ആ നിലത്ത് പടിഞ്ഞിരുന്നു കൊണ്ട് ഒരു പായ വിരിച്ചിട്ടാണ് അവർ നോമ്പ് തുറക്കുന്നത് സന്തോഷത്തോടു കൂടെ. എന്നാൽ ആ നോമ്പ് തുറയിൽ അതാ നമ്മുടെ ഷമീറിനും ഷെഫി ഉസ്താദിനും ആസിഫിനും വല്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. അത് നമ്മുടെ ഷമീറിൻ്റെയും സീനത്തിൻ്റെയും നിക്കാഹ്, അതായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ലക്ഷ്യം. വൈകാതെ അത് നടത്തണം, എന്നിട്ട് പോകണം ഇൻഷാ അല്ലാ. അവർ സന്തോഷത്തോടു കൂടി ഉമ്മ നൽകിയ ആ ഒരു പലഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ട് അതാ നോമ്പ് തുറക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.